ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഹോം മെയ്ഡ് സോയിൽ ക്ലേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് ഷോർട്ട് വീഡിയോ ഇടാൻ പറ്റത്തില്ല, കാരണം ഇത് കുറേ ഉണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോ പറ്റുമെങ്കിൽ നോക്കാം. സോയിൽ ക്ലേ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല കിളച്ച മണ്ണാണ് വേണ്ടത്. എൻ്റെ വീട്ടിൽ ഓൾറെഡി കുറച്ച് മണ്ണുണ്ടായിരുന്നു, അത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് കുറേ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഇത് ഉണ്ടാക്കുന്നില്ല, കാര്യം എനിക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ വലിയ ക്വാണ്ടിറ്റിയിലല്ല ഉണ്ടാക്കുന്നത്, എനിക്ക് വേണ്ടത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ ചെറിയൊരു നമ്മൾ കഴിയുന്ന വേസ്റ്റ് പാത്രം തന്നെ എടുക്കുക, കാര്യം മണ്ണല്ലേ. പിന്നെ അലർജി ഉള്ളവർ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ എടുത്താലും നമുക്ക് ഉദ്ദേശിക്കുന്ന കണക്ക് കിട്ടണമെന്നില്ല, കാര്യം നമ്മൾ എടുക്കുന്നതിൽ നിന്നും ഒത്തിരി കുറവായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലും കമ്പ് വെച്ച് ഇളക്കാൻ നോക്കുക, അലർജി ഉള്ളവർ. ഞാനിപ്പോൾ കൈ വെച്ചാണ് ചെയ്തത്, എനിക്ക് എളുപ്പത്തിൽ. എന്നിട്ട് കൈ വെച്ച് ഇളക്കി അതിനകത്ത് കിടക്കുന്ന വേസ്റ്റ് മെറ്റീരിയലായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും കുറേ കല്ലും മണ്ണും എല്ലാം നമ്മൾ കഴിവതും റിമൂവ് ചെയ്യാൻ നോക്കുക അതിൽ നിന്ന്. ശേഷം നമ്മൾ കയ്യിൽ ഏതാണോ ഒരു വേസ്റ്റ് ക്ലോത്ത് ഉള്ളത്, വേസ്റ്റ് ക്ലോത്ത് തന്നെ കഴിവതും എടുക്കാൻ നോക്കുക. ഫ്രഷ് ആയിട്ടുള്ള എടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുശേഷം നമ്മൾ ഏതിനകത്തോട്ടാണോ ഈ ചെളികളെ അരിച്ചു വയ്ക്കാൻ നോക്കുന്നത് അതിനകത്തോട്ട് ഈ തോർത്ത് ഉപയോഗിച്ച് കവർ ചെയ്തതിന് ശേഷം ഇത് ഫുള്ള് അതിനകത്തോട്ട് ഒഴിച്ച് ആ മുകളിലോട്ട് അടിഞ്ഞു തോർത്തിൻ്റെ മുകളിൽ അടിഞ്ഞു കൂടുന്ന വേസ്റ്റൊക്കെ മാറ്റിയിട്ട് ആ ചെളിവെള്ളം ഒരു 3 വട്ടമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വൃത്തിയായിട്ട് അരിച്ചെടുക്കണം. എന്നാലേ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്ലേ അവസാനം കിട്ടും. ശേഷം നമ്മൾ ഈ അരിച്ചെടുത്ത വെള്ളം 2-2.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുക്കാൻ വയ്ക്കുക. അതിനുശേഷം ഇതെടുക്കുമ്പോഴത്തേക്ക് ഈ ചെളിയെല്ലാം കൂടെ ഇതിൻ്റെ താഴോട്ടും പിന്നെ ഈ തെളിഞ്ഞ വെള്ളം മുകളിലോട്ടും വരും. ഈ തെളിഞ്ഞ വെള്ളം കഴിവതും നമ്മൾ പരമാവധി ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാൻ നോക്കുക. ഇതാണ് ടാസ്ക് ഇതിനകത്ത്. അതായത് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ, അതായത് വെള്ളം നമ്മൾ മാറ്റുമ്പോഴത്തേക്ക് മിസ്റ്റേക്ക് വന്നാൽ വീണ്ടും ആ ചെളി, അതായത് അടിഞ്ഞുകൂടിയ ക്ലേയും ഈ വെള്ളവും കൂടെ മിക്സ് ആവും. വീണ്ടും നമ്മളെ ടൈം സ്പോയിലായി പോകത്തേ ഉള്ളൂ. ശേഷം ഈ വെള്ളമെല്ലാം മാറ്റിയിട്ട് അവസാനം വന്ന ഈ ക്ലേ നമ്മൾ ഏതെങ്കിലും ഒരു തുണി എടുത്ത് വിരിച്ചിട്ട് അതിനകത്തോട്ട് ഇത് ഫുള്ള് കഴിവത് നമുക്ക് എത്രത്തോളം പറ്റും അതെല്ലാം ഇതിനകത്തോട്ട് ആക്കിയിട്ട് ഈ തുണി കിഴി കെട്ടി ഒരു ദിവസം, അതായത് നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മതി, അല്ല നല്ല മഴയൊക്കെ ഉള്ള അന്തരീക്ഷമാണെങ്കിൽ 2 ദിവസം കിഴി കെട്ടി വെച്ചതിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ഇത് എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഡ്രൈ ആവും. അതെടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലോട്ടാക്കാം. പക്ഷെ ഞാൻ ഇതിനകത്ത് ലാസ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി അതായത് 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയ ക്ലേ ആണ്. അത് ഇത്തിരി ഉള്ള സംഭവം. കാര്യം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ, കാര്യം എനിക്ക് ക്ലേ ആർട്ട് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കി. അപ്പം ഇത്രയുള്ള നമ്മളെ ഹോം മെയ്ഡ് ക്ലേ മേക്കിങ്. പക്ഷേ സംഭവം കൊള്ളാം. നമുക്കിത് വെച്ച് ഇങ്ങനെ ഓരോരോ അറിയാവുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് വെച്ച് ഒത്തിരി മോഡൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് സംഭവം അറിയത്തില്ല. ഞാൻ വരും ദിവസങ്ങളിൽ ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ.